നമുക്കറിയാം, സർക്കാർ വെച്ച ധവളപത്രത്തിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു യഥാർത്ഥ ചിത്രമുണ്ടായി. ആ സമ്പദ് വ്യവസ്ഥ ഒരുപാട് പ്രതിസന്ധികളെ നേരിടുകയാണ്. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റും നേരിടാത്ത വെല്ലുവിളികളെ, ധനപരമായ പ്രതിസന്ധികളെ, സാമ്പത്തിക പ്രയാസങ്ങളെ ഈ ഗവൺമെൻറ് അഭിമുഖീകരിക്കുക. അവിടെ നിന്നുകൊണ്ടാണ് 1 രൂപയുടെ ടാക്സ് കൂട്ടാതെ വരുമാനമില്ലാതെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പുതിയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നിരവധി പദ്ധതികളുമായി ഈ ബജറ്റ് മുന്നിലേക്ക് വരുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ, കേരളത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ, അതുവഴി തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ, ഖജനാവ് നിറയ്ക്കാൻ, നിറഞ്ഞ ഖജനാവ് അതിൽ നിന്ന് പണമെടുത്ത് സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം നടത്തി സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള വിശാലമായ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ളൊരു ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതുവരെ കേരളത്തിൽ ഒരു പഠനവും നടത്തിയിട്ടില്ല. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന യുവത്വം, അവരുടെ നമ്പർ കുറയുകയാണ്. ഉള്ളവർ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോവുക. ആ പോപ്പുലേഷൻ ചെറുതാവുകയാണ്. മറിച്ച് നമുക്കിവിടെ ആയുർദൈർഘ്യമുള്ളൊരു സംസ്ഥാനമാണ്. പ്രായമുള്ളവരുടെ നമ്പർ കൂടി വരികയും ചെയ്യുന്ന അസാധാരണമായ ഒരു ജനസംഖ്യാ മാറ്റം, ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഇനിയും വിശദമായ പഠനം ആവശ്യമുണ്ട്. പ്രാഥമികമായ പഠനം നടത്തിയിട്ടാണ് അവരെ സംരക്ഷിക്കാനും യുവത്വത്തെ കേരളത്തിൽ നിർത്താനും അവർക്ക് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണലായ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുത്ത് അവർക്കിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിന് അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷൻ സമുദ്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പുതിയുഗ യാത്രയിൽ അത് മൊത്തമായി കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച ഏവിയേഷൻ ഹബ്ബാക്കി ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളത്തെ മാറ്റാൻ പറ്റും. അതിനായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറുകിട, ഇടത്തരം, സൂക്ഷ്മ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയ പദ്ധതികൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ഗ്ലോബൽ ജോബ് വാച്ച് ടവറും അതിനോടനുബന്ധിച്ച് കരിക്കുലത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി ലോകം ആവശ്യപ്പെടുന്ന പുതിയ കാല കോഴ്സുകൾ തുടങ്ങാനുള്ള സംവിധാനമുണ്ട്. നോളജ് വാലി ഉണ്ട്, കേരള നോളജ് വാലി ഉണ്ട്. ലെഗസി സർവകലാശാലകളെ കൂടി കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തു നിന്നുള്ള കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കീമാണ്. ആരോഗ്യകാര്യത്തിൽ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യകാര്യത്തിൽ കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള കാര്യങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളം മാറണം. പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വരണം, ചികിത്സയ്ക്കായി ഇവിടെ ആളുകൾ എത്തണം തുടങ്ങിയ വലിയ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് നമുക്ക് തുടക്കമിടാൻ കഴിയുന്നത് എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള
സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. അത് സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിനും എംപ്ലോയ്മെൻറ്റ് ജനറേഷനും അത് സാധ്യമാകും. അതുപോലെ ഇൻവെസ്റ്റ് കേരളം സെൽ, നമുക്ക് നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ അത് നമുക്ക് കൊണ്ടുവരണം. അതിനാവശ്യമായ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാവും. ആരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാലും നമുക്ക് അനുയോജ്യമായ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എങ്കിൽ അതിവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. വൺ കേരള കരുതൽ മിഷൻ എന്നത് അത് രോഗം കൊണ്ട് വിഷമിക്കുന്നവരെ, വിദ്യാഭ്യാസ ചെലവിനായി ബുദ്ധിമുട്ടുന്നവരെ, ഏറ്റവും പാവങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ഇല്ലാത്ത ഈ സംസ്ഥാനത്ത് ആവിഷ്കരിക്കുന്ന ആദ്യത്തെ പദ്ധതിയാണ്. വലിയ തുക അതിനകത്ത് കോർപ്പസായി ഉണ്ടാക്കിക്കൊണ്ട് വലിയ തുക അടിസ്ഥാനപരമായി ഗവൺമെൻറ്റിനില്ല ചിലവ്. ഗവൺമെൻറ്റിനുള്ള ചെലവുകൾ ഭരണപരമായ ചെലവുകൾ മാത്രമാണ്. ആര് പണം തന്നാലും ആ പണത്തിൽ നിന്ന് 1 രൂപ ഭരണ ചെലവുകൾക്കായി എടുക്കാതെ കാരുണ്യ പ്രവർത്തികൾക്ക് മാത്രം പണം ചെലവഴിക്കുന്ന ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനമാണ് ഈ വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്ന പദ്ധതി. CSR ഫണ്ടും വ്യക്തികളുടെ ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി മാതൃകാപരമായി ആളുകളെ ചേർത്ത് നിർത്താൻ, അവരെ സഹായിക്കാൻ, സർജറികൾ നടത്താൻ, അപൂർവ രോഗമുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയ പദ്ധതിയാണ്. സ്പേസ് ഇക്കോണമി, കേരളത്തിൻ്റെ സാധ്യതകളെ നമ്മൾ നോക്കിയാൽ ISROയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. ഇപ്പോൾ സ്പേസ് ഇക്കോണമി വലിയ ഒരു സാധ്യതയുള്ള ഏരിയയായി മാറിയിട്ടുണ്ട്. സ്വകാര്യ സാറ്റലൈറ്റുകൾ വരെ വിക്ഷേപണം നടത്തുന്ന ഒരു സ്ഥലത്ത്, ISROയുടെ പ്രധാന കേന്ദ്രമുള്ള ഒരു സ്ഥലത്ത് സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് ഇക്കോണമി ഡെവലപ്പ് ചെയ്തു വരും. പട്ടികവർഗക്കാർക്ക് ആശ്വാസമാകുന്ന വയനാട്ടിലെ ട്രൈബൽ യൂണിവേഴ്സിറ്റി അവരുടെ ഇൻഡിജിനസ് നോളജിൻ്റെ കൂടി പ്രാചീനമായ അറിവുകളെ കൂടി ആധുനികമായ അറിവുകളെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു കൺസെപ്റ്റാണ്, വലിയൊരിതാണ് അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിച്ച് വലിയൊരു മെഡിക്കൽ ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. റിസർച്ച് പാർക്ക് IIT മദ്രാസ് മോഡലിലുള്ള ഒരു റിസർച്ച് പാർക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യമായി സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. അത് ഒരു വെൽഫെയർ പ്രോജക്റ്റ് അല്ല, ക്ഷേമ പദ്ധതി അല്ല. അവരെ കൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കാൻ, അവർക്ക് കൂടി ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്നവരെ ക്രിയേറ്റീവാക്കാനുള്ള ഒരു പദ്ധതിയാണ്. സിൽവർ ഇക്കോണമിയാണ്. ആ സിൽവർ ഇക്കോണമി ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ അന്താരാഷ്ട്ര നിലവാരമുള്ള 6 മാസത്തേക്കുള്ള കെയർ ഗിവർ കോഴ്സുകൾ. അതിൻ്റെ സിലബസ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും. നഴ്സിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് ആശുപത്രികൾ ഉൾപ്പെടെ, ഗവൺമെൻറ് ആശുപത്രികൾ ഉൾപ്പെടെ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഈ 6 അന്താരാഷ്ട്ര നിലവാരമുള്ള 6 മാസത്തെ കെയർ ഗിവർ കോഴ്സ് നടപ്പാക്കിയാൽ പരിചരണത്തിന് ആളെ കിട്ടും, ഒരുപാട് തൊഴിൽ സാധ്യതകൾ നമുക്ക് വളർത്തി വരും.